മറിയത്തെ സംശയിക്കാൻ തക്ക വിധത്തിൽ ഒരു പ്രതിസന്ധി. കല്യാണത്തിൻ്റെ നാളുകളിൽ, വിവാഹം ഒരുക്കത്തിൻ്റെ നാളുകളിൽ തൻ്റെ ജീവിത പങ്കാളി ഉദരത്തിലൊരു കുഞ്ഞിനെ സംവഹിക്കുന്നു എന്ന വാർത്ത കേട്ടു. ഇതേക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ ധ്യാനം ഞാൻ പലതും വായിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറയും, യൗസേപ്പ് പിതാവ് ഒരിക്കലും മറിയത്തെ സംശയിച്ചിട്ടില്ല. മറിച്ച് പരിപാവനമായ ദൈവീക പദ്ധതിയിൽ അത്യുന്നതൻ്റെ ശക്തി അവളിൽ ആവസിച്ചപ്പോൾ, അവളിൽ ദൈവപുത്രൻ ഭൂജാതനായപ്പോൾ, അവളെയും അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെയും ആദരവോടെ ആരാധിക്കാനല്ലാതെ മറ്റൊന്നിനും യൗസേപ്പ് പിതാവ് തയ്യാറായില്ല. അത് പരിശുദ്ധ അമ്മയെ ഇനി തനിക്ക് വിവാഹം കഴിക്കാനാവില്ല എന്ന് തിരിച്ചറിവാണ്. ദൈവത്തെ കണ്ടവൻ്റെ ഉദാത്തമായ അവബോധമാണ്. ആ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ട കുടുംബ ജീവിതക്കാരെ, നിങ്ങളെല്ലാവരും പഠിക്കേണ്ട സത്യം അതാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് ജീവിത പങ്കാളിയുടെ കുഴപ്പമാണ് എന്ന് എളുപ്പവഴിയിൽ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാതെ നിങ്ങൾ ദൈവഹിതത്തെക്കുറിച്ച് ധ്യാനിക്കണം, സ്വപ്നം കാണും. ദൈവത്തിന് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ഈ പ്രതിസന്ധിയുടെ വഴികൾ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് യൗസേപ്പ് പിതാവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന അവിചാരിതമായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളാരും വിചാരിക്കരുത് ദൈവം നമ്മളെ മറന്നതുകൊണ്ടാണ്, ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഈ പ്രതിസന്ധികൾ സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം തകരാൻ പോരുന്ന പ്രതിസന്ധിയുടെ പരകോടിയായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടും യൗസേപ്പിൻ്റെ കുടുംബം തകർന്നില്ല എന്ന് മാത്രമല്ല, അത് ലോകത്തിലെ സകലമാന കുടുംബങ്ങൾക്കും മാതൃകയാകത്തക്ക വിധം മഹനീയമായ കുടുംബമായി മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുടുംബമല്ല തിരുക്കുടുംബമാകുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവഹിതം ആരായുന്നവരാണ് ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കുക. വിശുദ്ധ യൗസേപ്പ് പിതാവ് എപ്പോഴും ദൈവം എന്താഗ്രഹിക്കുന്നു, ദൈവം എന്ത് ആവശ്യപ്പെടുന്നു, അത് ചെയ്യാൻ സന്നദ്ധമായി. ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവ് പറയാൻ പോലും നിന്നില്ല. ദൈവം എന്തു പറഞ്ഞോ അത് അക്ഷരം പ്രതി ചെയ്തു. ദൈവം സ്വപ്നത്തിൽ പോലും ആവശ്യപ്പെട്ടത് യൗസേപ്പ് പിതാവ് അക്ഷരശഃ നിറവേറ്റി എന്ന് നാം തിരിച്ചറിയുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ യൗസേപ്പും ഉള്ളുകൊണ്ട് പറയുന്നത് ഇതേ സത്യമാണ്. ഇതാ ഞാൻ ദൈവമേ, അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ഇഷ്ടമെന്തോ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റും. അപ്രകാരം എല്ലാ കുടുംബങ്ങളും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. ഈ ദിവസത്തിൽ നമുക്ക് നമ്മുടെ അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണയ്ക്ക് ഭരമേൽപ്പിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവ് പരിപാലിച്ചാൽ നമ്മളെല്ലാവരുടെയും കുടുംബങ്ങൾ തിരുക്കുടുംബമായി തീരും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതക്കാർക്ക് മാത്രമല്ല, എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉദാത്തമായ മാതൃകയാണ്. യൗസേപ്പ് പിതാവ് എപ്പോഴും ഈശോയെ കണ്ടുകൊണ്ടേയിരുന്നു. യൗസേപ്പ് പിതാവ് ഈശോയെ കേട്ടുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ പൗരോഹിത്യവും സന്യാസവും അതുതന്നെയാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി യൗസേപ്പ് പിതാവിൻ്റെ വലിയ ഭക്തയായിരുന്നു. അമ്മ ത്രേസ്യ പറയും, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആരാധന നടത്തിയത് യൗസേപ്പ് പിതാവാണ്. കാരണം ഉണ്ണിമിശിഹായെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. തൻ്റെ ആശാരിപ്പണിയെടുക്കുന്ന ശാലയിൽ ഉണ്ണിമിശിഹായെ കൊണ്ടുവന്നിരുത്തി ആ ഈശോയെ കണ്ടുകൊണ്ടാണ്
യൗസേ പിതാവ് എപ്പോഴും ജോലി ചെയ്തിരുന്നത്. യൗസേ പിതാവ് ഉണ്ണിമിശിഹായെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുമായിരുന്നു. വാസ്തവത്തിൽ ആ ശുശ്രൂഷകളൊക്കെയും ദൈവാരാധനയായിരുന്നു. പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, വിശുദ്ധ യൗസേ പിതാവിനെ പോലെ നമ്മളും വിളിക്കപ്പെട്ടത് കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കാൻ, കേട്ടുകൊണ്ടിരിക്കാൻ, അവൻ്റെ വഴികളിലൂടെ വിശ്വസ്തയോടെ സഞ്ചരിക്കാനാണ്. ദൈവം ഭരമേൽപ്പിക്കുന്ന, ആവശ്യപ്പെടുന്ന പരിശുദ്ധിയുടെ കാവലാളുകളാകാൻ നമുക്ക് വിശുദ്ധ യൗസേപ്പിന് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയാം.